രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR ബീഹാറിൽ നടത്തിയത് വിവാദമായ സാഹചര്യം കൂടി ഓർക്കണം. നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക പരിഷ്കരിക്കും. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. PR സുനിൽ നമുക്കൊപ്പം എത്തുന്നു. PR സുനിൽ, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അടുത്ത വർഷം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതൊരു പാൻ ഇന്ത്യ ബേസിൽ ബീഹാർ മോഡൽ പിടിച്ചുകൊണ്ട് നടപ്പാക്കാനാണോ നോക്കുന്നത്? സുജിയ, തീർച്ചയായും വലിയൊരു നീക്കത്തിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നീക്കം നടത്താൻ ആലോചിക്കുന്നത്. ഏതായാലും ബീഹാർ മാതൃകയിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി രാജ്യവ്യാപകമായി എല്ലാ വോട്ടർ പട്ടികയും പരിഷ്കരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. ഏതായാലും അടുത്ത വർഷം സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ബീഹാറിന് ശേഷം ഇനി ഈ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം വരാൻ പോകുന്നത്. അതിനുശേഷം അടുത്ത ഘട്ടം എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. അങ്ങനെ ഏറ്റവും വേഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും രാജ്യവ്യാപകമായി തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ടറൽ ഓഫീസർമാർക്ക് ഇതിനായി ഒരുങ്ങാനുള്ള നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ്. എല്ലാ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർമാരോടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. PR സുനിൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പേരിനെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയത്. എന്നാൽ ഒഴിവാക്കപ്പെട്ടവരിൽ നിന്ന് കൂട്ടിച്ചേർക്കലുകൾക്കായി അവസരം നൽകിയപ്പോൾ അതിന്റെ വളരെ നാമമാത്രമായ ഒരു പങ്ക് ആളുകൾ മാത്രമാണ്, അതായത് 30,000-ഓളം ആളുകൾ മാത്രമാണ് അപേക്ഷ നൽകിയത്. അപ്പോൾ ലക്ഷങ്ങളെ ഒഴിവാക്കുന്നു, പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കാൻ അപേക്ഷ നൽകുന്നത് 10,000-ങ്ങൾ മാത്രം. സമാനമായ രീതിയായിരിക്കുമോ മറ്റ് സംസ്ഥാനങ്ങളിലും ദൃശ്യമാവുക? സുജിയ, തീർച്ചയായും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ വിവാദമായിരുന്നു. ബീഹാറിൽ നമുക്കറിയാം നേരത്തെ 7,89,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ തീവ്ര പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ അത് 7,24,00,000 കുറഞ്ഞു. 65 ലക്ഷം വോട്ടർമാരെയാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷേ അപ്പോഴും രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളാണ് ബീഹാറിൽ കണ്ടത്. ഒന്ന്, ഈ ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിലുള്ള വിവാദങ്ങൾ. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ തന്നെ പല വ്യാജ മേൽവിലാസത്തിലും അതുപോലെ തന്നെ ഒന്നിലധികം പേരുമൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്ത സാഹചര്യം വോട്ടർ പട്ടികയിൽ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചാണോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ആ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നീക്കമുണ്ടാകാൻ പോകുന്നത്. PR സുനിൽ,